ബിബിനെ, ബഹ്റിനില് ഈ കൊല്ലം സംസ്കാര തൃശ്ശൂരിന്റെ പൂരം ഇല്ലേ? വരട്ടെ ഞങ്ങള് ഫാമിലി ആയിട്ട് ലണ്ടനിൽ നിന്ന്. തൃശ്ശൂർ പൂരം ഇപ്പൊ ബഹറിൽ നടത്തുന്നല്ലേ? ഇപ്രാവശ്യം സംസ്കാരമുള്ള തൃശ്ശൂർ പൂരല്ലേ ചേട്ടാ? ഇപ്രാവശ്യം പൂരമില്ലേ? ഈ കൊല്ലം പൂരം ഒന്നുമില്ലേ? നമുക്കൊന്ന് അടിച്ചു പൊളിക്കണ്ടേ? അല്ല പിന്നെ ഇപ്രാവശ്യം സംസ്കാര തൃശ്ശൂർ പൂരം ഇല്ലേ? ഇപ്രാവശ്യം പൂരം ഒന്നുമില്ലേ? ഈ വർഷം സംസ്കാരയുടെ തൃശ്ശൂർ പൂരില്ലേ ബഹ്റൈനിലെ? ഇക്കൊല്ലം പൂരം നടത്തുന്നൊന്നുമില്ലേ? വിപിനെ, ഈ പ്രാവശ്യം സംസ്കാരത്തെ തൃശ്ശൂർ പൂരം ഒന്നും ഇല്ലേ? വിപിനെ, എന്നാണ് സംസ്കാരയുടെ തൃശ്ശൂർ പൂരം? പിന്നെ സംസ്കാരയുടെ തൃശ്ശൂർ പൂരം ഈ കൊല്ലം ബഹ്റിനില് സംസ്കാരയുടെ പൂരം ഇല്ലേ? അപ്പൊ കേട്ടല്ലോ, എല്ലാവരും ചോദിച്ചു തുടങ്ങി ഇപ്രാവശ്യം സംസ്കാര തൃശ്ശൂർ പൂരം ബഹ്റിനിൽ ഇല്ല എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പൊ പൂരം ഉണ്ടോ ഇല്ലേ നമുക്ക് പൂരം കൺവീനർ ജോഷിയേട്ടനടുത്ത് ചോദിക്കാം. ഓക്കെ, ഇപ്രാവശ്യം പൂരം നടത്തുന്നുണ്ട്. എല്ലാ വർഷത്തെ പോലെ തന്നെ അതിഗംഭീരമായി തന്നെ സംസ്കാര തൃശ്ശൂർ പൂരം ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. അത് ഈ വർഷം അദാരി പാർക്ക് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് തൃശ്ശൂർ പൂരം നടത്തുന്നത്. അതായത് അൻസാർ ഗാലറിയുടെ ഓപ്പോസിറ്റുള്ള അദാരി പാർക്ക് ഗ്രൗണ്ടിൽ വെച്ചാണ് തൃശ്ശൂർ പൂരം നടത്തുന്നത്. നാട്ടിലെ തൃശ്ശൂർ പൂരത്തെ പോലെ തന്നെ എല്ലാ ആഘോഷങ്ങളും, ചെറുപൂരങ്ങൾ, മടത്തിൽ വരവ്, എലഞ്ഞിത്രമേളം, കുടമാറ്റം, എല്ലാതും ഈ വർഷവും നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നാട്ടിൽ നിന്ന് അതിപ്രഗത്ഭരായ കലാകാരന്മാർ പങ്കെടുക്കുന്നുണ്ട്. അത് അവരുടെ നേതൃത്വത്തിലുള്ള എലഞ്ഞിത്രമേളവും കൂടാതെ സോപാനം വാദ്യകലാ സംഘവും ഗുരു ശ്രീ സന്തോഷ് കൈലാസും അണിനിരക്കുന്ന അതിഗംഭീര മേളം നിങ്ങൾക്ക് ആസ്വദിക്കാനും പൂരം കാണുവാനും എല്ലാവരെയും അദാരി പാർക്ക് ഗ്രൗണ്ടിലേക്ക് സ്വാഗതം ചെയ്യാം.